എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറാന്റെ പരമാധികാരിയായ അലി ഖാംനെയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ ഭരണകാലവുമാണ്. ആധുനിക ഇറാനെ ഇന്നത്തെ നിലയിലാക്കിയ ഈ മനുഷ്യനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നിന്നല്ല തുടങ്ങേണ്ടത്, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം ഏതാണ്ട് അവസാനിച്ചുപോയ ഒരു നിമിഷത്തിൽ നിന്നാണ്. ഒന്ന് നോക്കൂ, സംഭവം ഇങ്ങനെയാണ്. ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നു, ഖാംനെയിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു, പക്ഷേ അദ്ദേഹം മരിക്കുന്നില്ല. ഈയൊരു സംഭവം ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പിന്നീട് വരാനിരുന്ന അതിജീവനങ്ങളുടെയും ഉയർച്ചയുടെയും ഒരു പ്രതീകം തന്നെയായി മാറി. അപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട ഈ അനുഭവം അദ്ദേഹത്തെ തളർത്തിയോ? ഇല്ല. സത്യത്തിൽ അത് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത്. കാരണം ആ സമയത്തുണ്ടായ ഒരു രാഷ്ട്രീയ ശൂന്യത നികത്താൻ അദ്ദേഹത്തെക്കാൾ യോഗ്യനായ മറ്റൊരാൾ അവിടെ ഇല്ലായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യ നാളുകൾ എത്രമാത്രം കലുഷിതമായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. ഒന്ന് ഓർത്തു നോക്കൂ, വെറും മാസങ്ങൾക്കുള്ളിലാണ് ഖാംനെയി പ്രസിഡന്റ് പദവിയിലേക്ക് പറന്നുയരുന്നത്. പക്ഷേ ഖാംനെയി പിന്നീട് നേതൃത്വം നൽകിയ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തെ അധികാരത്തിലേക്ക് എത്തിച്ച ആ വലിയ മാറ്റത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിശദമായി അറിയേണ്ടതുണ്ട്. ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ 1979 നടന്ന ഇസ്ലാമിക വിപ്ലവം രാജ്യത്തെ അടിമുടി മാറ്റിമറിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഒരു പാശ്ചാത്യ അനുകൂല രാജഭരണത്തെ തൂത്തെറിഞ്ഞിട്ട് പകരം ഒരു വിപ്ലവകരമായ പുരോഹിത ഭരണം സ്ഥാപിച്ചു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ ഇറാന്റെ ഒരു ആശയപരമായ ബ്ലൂ പ്രിന്റായിരുന്നു ഇത്. അതായത് ഖാംനെയിയുടെ രാഷ്ട്രീയ ഗുരുവായ ആയത്തുള്ള ഖുമൈനി വികസിപ്പിച്ചെടുത്ത തികച്ചും വിപ്ലവകരമായൊരു ആശയം. അതുകൊണ്ടുതന്നെ 1989 ഖുമൈനി മരിച്ചപ്പോൾ ആരാകും അടുത്ത നേതാവ് എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി. ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിലാണ് വിദഗ്ധരുടെ സഭ അന്ന് പ്രസിഡന്റായിരുന്ന ഖാംനെയിയെ തിരഞ്ഞെടുത്തത്. സത്യത്തിൽ ആ ഉന്നത പദവിക്ക് വേണ്ടത്ര മതപരമായ യോഗ്യത അദ്ദേഹത്തിനില്ല എന്ന് വിശ്വസിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അധികാരത്തിലെത്തിയ ശേഷം ഖാംനെയി പതിറ്റാണ്ടുകളോളം ഇറാനിയൻ സമൂഹത്തിന്മേലുള്ള തന്റെ പിടി വ്യവസ്ഥാപിതമായി മുറുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന കാര്യം ഇതാണ്: വിപ്ലവത്തെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുക, അതോടൊപ്പം തന്നോടുള്ള കൂറ് ഉറപ്പാക്കുക. ഇതിനായി രൂപകൽപ്പന ചെയ്ത ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ഭരണം ഉറപ്പിച്ചു നിർത്തിയത്. എന്നാൽ പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ ഭരണകൂടം വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെ നേരിടുന്നുണ്ട്. ഓരോ തവണയും ഉയർന്നുവരുന്ന വിയോജിപ്പുകളെ അടിച്ചമർത്താൻ സൈനിക ശക്തി ഉപയോഗിച്ചു തന്നെയാണ് ഭരണകൂടം പ്രതികരിച്ചത്. ഇനി രാജ്യത്തിന്റെ അതിർത്തികൾക്ക് പുറത്തേക്ക് നോക്കിയാലോ? അവിടെയും ഖാംനെയിയുടെ ഇറാൻ വളരെ ശക്തവും ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലുള്ളതുമായ വിദേശ നയമാണ് പിന്തുടർന്നത്. ലക്ഷ്യം ഒന്നു മാത്രം: മധ്യപൂർവേഷ്യയിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക. ഈയൊരു തന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു പ്രാദേശികമായി തങ്ങളെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുക എന്നത്. അതിൽ ആദ്യത്തേതും ഒരുപക്ഷെ ഏറ്റവും ശക്തമായത് ലെബനനിലെ ഹിസ്ബുള്ളയാണ്. 1980 മുതൽ ഇറാൻ ഇവർക്ക് പണം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സുന്നി ഗ്രൂപ്പായ ഹമാസിന്റെയും ഒരു പ്രധാന പിന്തുണക്കാരനായി ഇറാൻ മാറി. ഇസ്രായേലിനെതിരായ അവരുടെ നീണ്ട പോരാട്ടത്തിന് വലിയ പിന്തുണയാണ് ഇറാൻ നൽകിയത്. പിന്നീട് യമനിലെ ഹൂതികൾക്കും ഇറാൻ സൈനികവും സാമ്പത്തികവുമായ സഹായം നൽകി. ഇതോടെ ആ രാജ്യത്തെ ആഭ്യന്തര യുദ്ധം സൗദി അറേബ്യയുമായുള്ള ഒരു നിഴൽ യുദ്ധമായി മാറുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ വിവാദം ആണവ പദ്ധതിയെ ചൊല്ലിയായിരുന്നു. ഇത് സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് പതിറ്റാണ്ടുകളോളം നീണ്ട കടുത്ത സാമ്പത്തിക ഉപരോധമാണ് ആ രാജ്യത്തിന് നേരിടേണ്ടി വന്നത്. അപ്പോൾ 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഈ ഭരണത്തിനു ശേഷം പരമോന്നത നേതാവെന്ന നിലയിൽ അലി ഖാംനെയുടെ പൈതൃകം യഥാർത്ഥത്തിൽ എന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ശീതയുദ്ധം അവസാനിച്ച കാലം മുതൽ അദ്ദേഹം അധികാരത്തിലുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച നേതാക്കളിൽ ഒരാളാണ് ഖാംനെയി. ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങൾ സ്വാതന്ത്ര്യവും സമൃദ്ധിയുമൊക്കെയായിരുന്നു. പക്ഷേ സാധാരണക്കാരായ ഇറാനികളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു: പതിറ്റാണ്ടുകൾ നീണ്ട സാമ്പത്തിക മുരടിപ്പ്. ഇത് തന്നെയാണ് ജനങ്ങൾക്കിടയിലെ ആഴത്തിലുള്ള അസംതൃപ്തിയുടെ പ്രധാന കാരണവും. അതുകൊണ്ടുതന്നെ ആ രാജ്യത്തിനു മുകളിൽ ഒരു വലിയ ചോദ്യം ഇപ്പോഴും തൂങ്ങിക്കിടക്കുന്നുണ്ട്: ഇത്രയും കാലം ഭരിച്ച ഈ നേതാവ് പോയിക്കഴിഞ്ഞാൽ ഇറാൻ എന്തായിത്തീരും? ഉറച്ച അധികാരത്തിന്റെ ഒരു പാരമ്പര്യം ബാക്കിവെക്കുമ്പോൾ തന്നെ വലിയൊരു അനിശ്ചിതത്വവും അദ്ദേഹം ബാക്കിവെക്കുന്നു.